തിരുവനന്തപുരം വഞ്ചൂരിൽ വീട്ടിൽ കയറി യുവതിയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന സംശയം ബലപ്പെടുകയാണ്. വീടും പരിസരവും കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് ആക്രമണമെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. അക്രമിയായിട്ടുള്ള സ്ത്രീ എത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉള്ള കാറിലാണ് എന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. വി അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, ഈ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണമായി തന്നെ അതിനെ കണക്കാക്കണം. അതായത് മുഖം മറച്ചെത്തുന്നു, കൊറിയർ നൽകാൻ എന്ന പേരിൽ, പക്ഷെ പിന്നീട് വിളിച്ചു വരുത്തി ഒപ്പിടിക്കാൻ എന്നുള്ള പേരിൽ ഈ ഷിനിയെ വിളിച്ചു വരുത്തി വെടിയുതിർക്കുന്നു. ഭാഗ്യം കൊണ്ട് അവരുടെ കയ്യിലാണ് വെടിയേൽക്കുന്നത്. ഈ സ്ത്രീയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലേ പോലീസിന്? ആക്രമിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലേ? ഒരു തരത്തിലും ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ലേ സ്ത്രീയുടെ? ചില സൂചനകൾ ലഭിച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഷിനിയെ തന്നെ തേടി വന്നതാണ്, മറ്റാരെയും ലക്ഷ്യമിട്ട് വന്നതല്ല. കാരണം കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് സ്ത്രീ എന്ന് കരുതപ്പെടുന്നയാൾ അവിടെ എത്തി. സ്ത്രീ തന്നെയാണ് ഇപ്പോഴും പോലീസ് വിശ്വസിക്കുന്നത്. എന്താണ് ഇത്തരമൊരു വൈരാഗ്യത്തിന്റെ പകയുടെ കാരണമെന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഓൺലൈൻ ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഒപ്പിടുന്ന തർക്കമെന്നൊക്കെ പറയുന്നുണ്ട്. പൂർണ്ണമായും പോലീസ് അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ നിസാർ തർക്കത്തിന്റെ പേരിൽ ഇത്തരത്തിൽ എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കാൻ ആരാണ് തയ്യാറാകുന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. വൈകാതെ പ്രതികളിലേക്ക് പ്രതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഇടപെടലില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് മനസ്സിലാക്കുന്നത്. മുൻവൈരാഗ്യമാകാം ഈ അക്രമത്തിന് കാരണം. പെട്ടെന്നുണ്ടായ പ്രകോപനം ആണ് എന്ന ആ ഒരു വാദം പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല. ഏതായാലും അധികം വൈകാതെ പ്രതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നു. ആ രീതിയിലുള്ള ഉന്നതതലത്തിലുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടും ഈ പ്രതി വന്ന വഴിയൊക്കെ ആ രീതി പരിശോധിച്ചുകൊണ്ട് അന്വേഷണമാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൽദോ, അവരുടെ അങ്ങനെയാണെങ്കിൽ മുൻവൈരാഗ്യം വ്യക്തിവൈരാഗ്യം ഒക്കെ അതിന്റെ ഒരു സാഹചര്യം പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മാത്രമല്ല, അത്തരത്തിലാണെങ്കിൽ ഒരു സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ ബന്ധുവലയത്തിലോ ഒക്കെ ഉള്ള ഒരാളാണ് സാധ്യതയില്ലേ? അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന ഒരു ഓൺലൈൻ ഡെലിവറിയുടെ പേരിൽ മാത്രമുണ്ടായ തർക്കമാണോ, അല്ലെങ്കിൽ അതിലൊരു പകയാണോ ഇത്തരമൊരു വെടിവെപ്പിലേക്ക് നയിച്ചതെന്ന കാര്യം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പൂർണ്ണമായും ആ വാദങ്ങൾ ആ രീതിയിൽ പോലീസ് അംഗീകരിക്കുന്നില്ല. എങ്കിലും ലഭിച്ച പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ പോലീസ് അന്വേഷണ രീതി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ശാസ്ത്രീയമായ തെളിവുകൾ, അതായത് പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ, അങ്ങനെയെങ്കിൽ ആ ഫോൺ ലൊക്കേഷനിലുള്ള ആൾ, സംശയിക്കപ്പെടുന്ന ആൾ നേരത്തെ ഈ ഷിനിയുമായും ഒക്കെ ഫോണിൽ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ഫോണിൽ നേരത്തെ ബന്ധപ്പെട്ടിരുന്ന ആളാണോ, അത്തരം ഏതെങ്കിലും തരത്തിലുള്ള മുൻപരിചയം ഇവർക്കുണ്ടോ, അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ CCTV, അതായത് സ്വാഭാവികമായും ജില്ലയിൽ പലയിടത്തും എല്ലായിടത്തും ഇപ്പോൾ CCTV ഉള്ള കാലം. അതുകൊണ്ട് തന്നെ പ്രതി വന്നുപോയ വഴികൾ, അവിടെ എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ? പൂർണ്ണമായും മുഖം മറച്ചാണ് പ്രതി എത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്ന കാര്യം, വന്ന വാഹനം ഏത് എന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പരിശോധന, അന്വേഷണം പോലീസിൻ്റെത് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഇന്ന് ഒരു കൃത്യമായ ഒരു സൂചനകളിലേക്കെങ്കിലും എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. റൈറ്റ്, പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. ഉടൻ തന്നെ അക്രമിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന്. എന്നാലും അതൊരു സ്ത്രീയാണ് എന്നുള്ളതിൽ ഏറെക്കുറെ സ്ഥിരീകരണമുണ്ട്. പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും വരുന്നു. എന്താണ് മുൻവൈരാഗ്യം, എന്താണ് വ്യക്തിവൈരാഗ്യം എന്നുള്ളത് അത് പോലീസ് പിന്നാലെ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും വി അരുണാണ് തിരുവനന്തപുരത്ത് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.